എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. നമ്മുടെ നാട്ടിൽ നല്ല ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ചൂടിനെ പ്രതിരോധിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഊട്ടി പോകും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ മൂന്നാറിലേക്ക് പോകൂലേ. എന്നാൽ നമുക്ക് മസനഗുഡി വഴി ഊട്ടി പോകണ്ടേ കക്കാടംപൊയിലേക്ക് വന്നാലോ? യെസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കക്കാടംപൊയിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മിസ്റ്റി ബേ റിസോർട്ടിലാണ്. നമ്മുടെ കക്കാടംപൊയിലിൽ നായാടംപൊയിലുള്ള കുരിശുമല ട്രെക്കിംഗ് പോയിന്റിലേക്ക് കയറുന്ന ഭാഗത്താണ് ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി വരുന്നത്. കംപ്ലീറ്റ്ലി ഫാമിലി ബാച്ചിലേഴ്സ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ള 2 ബെഡ്റൂം വില്ല ആൻഡ് 12 ബെഡ്റൂം ഒക്കെയുള്ള ഡോർമെട്രി സെറ്റപ്പ് ഉള്ള ഒരു ചെറിയ പ്രൈവറ്റ് പ്രോപ്പർട്ടി. കണ്ടോ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂളിലാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ചിട്ട് ഏറ്റവും ബിഗ് സൈസ് ഇൻഫിനിറ്റി പൂളുള്ള ഒരു റിസോർട്ടും കൂടിയാണ് മിസ്റ്റി ബേ റിസോർട്ട്. നമ്മളിവിടെ രണ്ടാമത്തെ തവണയാണ് വിസിറ്റ് ചെയ്യുന്നത്. മുൻപ് ഇവിടെ വന്ന് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ ഫാമിലിയൊക്കെ ആയിട്ട് ഫാമിലി ഗെറ്റ് ടുഗദറും ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അഗെയിൻ ഒരു 6 മന്തിന് ശേഷം മിസ്റ്റി ബേ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ മിക്ക ദിവസങ്ങളിലും കോട ഉണ്ടാവാറുണ്ട്. കക്കാടംപൊയിൽ മലയോര മേഖല ആയതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും ഇവിടെ കോട അണിഞ്ഞ് ഭയങ്കര മനോഹരമായിട്ടാണ് നമുക്ക് കാണാറ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 മെമ്പേഴ്സിനെ കപ്പാസിറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ 35-40 പേരൊക്കെ വന്ന് ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ പ്ലാൻ ചെയ്ത് വന്ന് സ്റ്റേ ചെയ്ത് പോയിട്ടുണ്ട്. 2 ബെഡ്റൂമിൻ്റെ ഒരു വില്ല, 12 പേർക്കുള്ള ഡോർമെട്രി, അതും AC ആണ്, ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഒരു കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂം വരുന്നുണ്ട്. 2 ബെഡ്റൂമിലും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാൽക്കണിയോട് കൂടിയിട്ടാണ് ഒരു ബെഡ്റൂം, മുകൾ ഭാഗത്തുള്ള ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 2 ബെഡ്റൂമിനും ബാൽക്കണി വരും. അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ്. ബെഡ്റൂമിൽ നമുക്ക് ലിവിങ് ഏരിയ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഫാമിലി മെമ്പേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ നിന്നൊക്കെ ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്ത് വരുന്ന ആളുകൾക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് ചില്ലാക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മിസ്റ്റി ബേ റിസോർട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുക. രാത്രിയിൽ ക്യാമ്പ് ഫയറും മ്യൂസിക്കും ബാർബിക്യൂ ഗ്രില്ലിംഗ് ഒക്കെ ആയിട്ട് ഇവിടെ നല്ല ഫെസിലിറ്റിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കക്കാടംപൊയിലിൻ്റെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ റിസോർട്ടുകളും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലിസ്റ്റിൽ ഏറ്റവും ബെസ്റ്റ് റിസോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലിസ്റ്റിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് മിസ്റ്റി ബേ റിസോർട്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ ചെക്ക് ഇൻ ചെയ്തു. ഇവിടെ 3 മണിക്കാണ് ഇവർ ചെക്ക് ഇൻ ടൈം കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ചെക്ക് ഔട്ട് ടൈം വരുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ കിച്ചണൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് രാത്രിയിലൊക്കെ കുക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫുഡൊക്കെ ഇവിടെ നിങ്ങൾക്ക് കുക്ക് ചെയ്ത് തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ തന്നെ നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. വൈഫൈ സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ റേഞ്ച് കിട്ടില്ല ഈ ഒരു ഏരിയയിൽ. മൊബൈൽ റേഞ്ച് കുറവാണ്. വൈഫൈ സംഭവങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ രാത്രി കഴിക്കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. നമ്മൾ ശരിക്കും ഒരു ഊട്ടിയിലൊക്കെ പോയിട്ടുള്ള ആ ഒരു ഫീലും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്ത് നിങ്ങൾ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഊട്ടിയിലേക്കോ മൂന്നാറിലേക്കൊന്നും ഒരുപാട് ട്രാവൽ ചെയ്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരുക നമ്മുടെ കക്കാടംപൊയിൽ. അപ്പോൾ നമുക്ക് മിസ്റ്റി ബേ റിസോർട്ട് ഒന്നും കൂടെ മൊത്തത്തിൽ നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണില്ല എന്നാലേ മിസ്റ്റി ബേ റിസോർട്ട്സിലെ പൂളിലൊക്കെ ഇറങ്ങി നമുക്കൊന്ന് നർമ്മന്തിക്കാമല്ലേ. പൂളിങ്ങനെ ഭയങ്കര സ്പീഷ്യസ് ആണ് കണ്ടോ. ഹെവി പൂളാണ്. ചിൽഡ്രൻസിനായിട്ടൊരു ഏരിയ തന്നെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു പൂളാണ്. അടിപൊളിയാണ് കേട്ടോ. പൂളിനോട് ചേർന്നിട്ട് തന്നെ സെപ്പറേറ്റ് നമുക്കൊരു വാഷ്റൂം ഒക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഒരു ലൊക്കേഷനാണിത്. അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആയി. അപ്പോൾ നമുക്കിനി പൂളിലോട്ട് ഇറങ്ങാം. നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പൊളിച്ചെടുക്കാം അല്ലേ. കൂടെ ടീമുണ്ട്. നമ്മളെ കൂടെ 4 പേര് ടീം ഇങ്ങനെ റെഡി ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അവർ. പിന്നെ ഇവിടെ പുറത്ത് ഇങ്ങനെ ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് രാത്രിയിൽ ഫുഡ് കഴിക്കാം. അങ്ങനെ കാറ്റ് കൊണ്ട് വളരെ റിലാക്സ് ചെയ്ത് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ നമുക്ക് ആ ബെഡ്റൂം കാണാം.
നമുക്കിതാ ഈ പൂളിൽ നിന്ന് നേരെ ഇങ്ങനെ, ഇതാണ് ഇവിടുത്തെ ഒരു 2 ബെഡ്റൂമിന്റെ വില്ല. ഇതുപോലത്തെ 2 ബെഡ്റൂം ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഈ റൂം അത്യാവശ്യം നല്ല വലിയ റൂമാണ്, AC റൂമാണ്. ഇവിടെ നമുക്ക് ഒരു കട്ടിലും അതുപോലെ തന്നെ ഒരു ക്യൂൺ സൈസ് ബെഡ്, ഫാമിലി ബെഡാണ്. പിന്നെ ഇവിടെ നമുക്കൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. കണ്ടല്ലോ ഇതിങ്ങനെ ഒരു സിറ്റിംഗ് ഏരിയ ആണ്. പിന്നെ അവിടെ ഒരു അലമാറൊക്കെ ഉണ്ട്, നമുക്ക് ടീ കോഫി മേക്കർ ഒക്കെ വെച്ചിട്ടുണ്ട്, സോപ്പും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ റൂമാണ്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ തന്നെ ഒരു 6-7 പേരൊക്കെ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ഒരു 7 പേർക്കൊക്കെ ഇവിടെ എക്സ്ട്രാ ബെഡൊക്കെ ഫ്ലോറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനൊരു ബാൽക്കണി വ്യൂ ഉണ്ട്. ബാൽക്കണി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഒരു ബാൽക്കണി വ്യൂ ആണ്. നമുക്ക് ബാൽക്കണീന്റെ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഹിൽ വ്യൂ ആണ്, അടിപൊളിയാണ്. ഇതാണ് ഈ ഒരു റിസോർട്ടിന്റെ ഒരു ഹൈലൈറ്റ്. തൊട്ടപ്പുറത്ത് ചെറിയ ചെറിയ നമ്മുടെ റിസോർട്ടുകളൊക്കെ ഉണ്ട്, നമ്മൾ പോയിട്ടുള്ള വിസിറ്റ് ചെയ്തിട്ടുള്ള റിസോർട്ടുകളാണ്. ഇവിടെ ശരിക്കും ഈ ഒരു ഏരിയയിലായിട്ട് 4 പ്രൈവറ്റ് റിസോർട്ടുകളാണ് വരുന്നത്. എല്ലാ റിസോർട്ടുകളും നമ്മൾ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വിസിറ്റിംഗ് നമ്മൾ സെക്കൻഡ് ടൈം ആണ് വരുന്നത്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ചെറിയ കോടയാണുള്ളൂ, ഭയങ്കര ഹെവി കോടയല്ല കേട്ടോ. ഒരു മോർണിംഗിലൊക്കെ ചില സമയത്തൊക്കെ ഇവിടെ ഭയങ്കര കോടയായിരിക്കും, രാത്രിയിലൊക്കെ ഭയങ്കര നല്ല തണുപ്പൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നിന്നും ശരിക്കും മാറി നിൽക്കുക, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഒരു കക്കാടംപൊയിൽ. കക്കാടംപൊയിലിനെ ശരിക്കും വിശേഷിപ്പിക്കുന്നത് തന്നെ മലബാറിൻ്റെ ഒരു ഗവി എന്നാണ്. ഇവിടുത്തെ കുരിശുമല ട്രെക്കിംഗ് പോയിന്റ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പോകേണ്ടതാണ്. ഒരു 2 കിലോമീറ്റർ കുന്ന് കയറി നമുക്ക് കുരിശുമലയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കക്കാടംപൊയിൽ പ്രദേശം നമുക്ക് ഫുള്ളായിട്ടും കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റും. ഒരുപാട് വിദ്യാർത്ഥികളും കപ്പിൾസും ഒക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ ഈ ഒരു കുരിശുമല കാണാനൊക്കെ ആയിട്ട് കയറാറുണ്ട്. ഞങ്ങളിതിന് മുൻപ് പോയിട്ടുണ്ട്, പക്ഷെ പകുതി പോയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പറ്റാത്തത് കൊണ്ട് തിരിച്ച് കംബാക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ചെക്ക് ഇൻ ചെയ്തിട്ട് കുറച്ച് നേരമായി. നമുക്കിനി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഒന്ന് ഇറങ്ങി ആടി തിമിർക്കാം അല്ല. ഇത് പൂൾ അടിപൊളിയാട്ടോ, നല്ല അടിപൊളി എക്സ്പീരിയൻസ്. ഇപ്പോൾ ഭയങ്കര തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട് ആ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇറങ്ങില്ലേടാ, പൂളിലോട്ട് ഇറങ്ങില്ലേ, സമയം കളയണ്ടല്ലേ. അപ്പോൾ ഇത് നേരെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ബെഡ്റൂമിലേക്ക് ഇങ്ങനെ വരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം. കണ്ടോ, അലമാര ഒക്കെ വെച്ചിട്ടുണ്ട്, നല്ല നല്ല സൗകര്യമുണ്ട്. കുരിശുമലയിലേക്ക് കയറുന്ന ഒരു കാറ്റാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഈവനിങ്ങിൽ ട്രെക്കിങ്ങിനൊക്കെ പോകാൻ പറ്റും. കുരിശുമല വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് പോയിന്റ് ആണ് ഈ കക്കാടംപൊയിലെ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കോഴിപ്പാറ വാട്ടർഫോൾസ് ഉണ്ട്, ഒരു ചെറിയ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ചെറിയ 1-2 സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ സ്റ്റേ ചെയ്ത് തിരിച്ചു പോകാൻ പറ്റും. ഇപ്പം നിറയെ കോട വരുന്നുണ്ട്. ബാക്കിലത്തെ ആ ഒരു ക്ലൈമറ്റ് ഉണ്ട്, ഒന്ന് കാണിച്ചാൽ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പേസിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആട്ടോ. ഇവിടെ നിങ്ങൾ ഒരുപാട് ഭയങ്കര ലക്ഷറി പ്രീമിയം ഫെസിലിറ്റീസ് ഒന്നും പ്രതീക്ഷിച്ച് വരരുത്. നമുക്ക് നമ്മുടെ ഫാമിലി, നമ്മുടെ ചെറിയ ഫാമിലി ഗ്രൂപ്പൊക്കെ ആയിട്ട് നമുക്ക് ഒരു ദിവസം നമുക്ക് റിലാക്സ് ചെയ്ത് സ്പെൻഡ് ചെയ്ത് ചില്ലാക്കി പോകാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി. ഈ ഒരു ഏരിയ ഉണ്ടോ, ഇത് ഇവിടുത്തെ ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. ഇവിടെ കുട്ടികൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഊഞ്ഞാലും നമുക്കിവിടെ ചെറിയ ഇരിപ്പിടൊക്കെ ഒരുക്കിയിട്ടുണ്ട്. രാത്രിയിൽ നമുക്ക് നല്ല ക്ലൈമറ്റൊക്കെ ആസ്വദിക്കാം. ഇവിടെ ഇങ്ങനെ ക്യാമ്പ് ഫയറും പാട്ടൊക്കെ പാടി നമുക്ക് കുടുംബം മൊത്തിട്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മൾ വന്നത് ഒരു ടീ ഉണ്ടാക്കി ഇവിടുത്തെ ബാൽക്കണിയിൽ ഇരുന്ന് നമ്മളിങ്ങനെ ഒരു ടീ കുടിക്കുകയാണ്. നമ്മളിങ്ങനെ പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നല്ല ചായ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ കിച്ചണിൽ തന്നെ നമുക്ക് ചായ ഉണ്ടാക്കാനൊക്കെ ഉള്ള സൗകര്യം. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വെള്ളം ചൂടാക്കി ചായ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കിച്ചണിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അതുപോലെ ഗ്യാസും അതുപോലെ പാത്രങ്ങളും ഒക്കെ ഉണ്ട്, ഫ്രീസർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിക്കനൊക്കെ നിങ്ങൾ മാഗ്നേറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രാത്രിയിൽ ഗ്രില്ല് ചെയ്യണമെങ്കിൽ ഇവിടെ ഫ്രീസറിൽ വെക്കാൻ പറ്റും. അങ്ങനെയുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബാൽക്കണിയിൽ നിന്ന് വരുന്ന ഇങ്ങനെ കാറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബാൽക്കണിയിൽ വന്നിരുന്നിട്ട് റിലാക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചായ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂളിൽ അർമാന്തിക്കുക അല്ലേ. തീരം തേടും തിരിയുടെ പാട്ടി
ഫുട്ബോൾ കളിച്ചില്ലേ വെള്ളത്തില് ഫുട്ബോൾ കളിക്കും. അപ്പൊ ഗായ്സ് ദേ പോകുന്നു നമ്മൾ പൂളിലോട്ട് കേട്ടോ. പൂളിൽ ചാടാൻ വേണ്ടി പോവാണ്. അപ്പോ ഞാനിപ്പോ നിൽക്കുന്ന ഈ ഒരു ഏരിയ ഇവിടുത്തെ ഡോർമെട്രി ഏരിയ ആണ്. ഇവിടെ ഏകദേശം 10 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാം. കണ്ട, മുകളില് 2 പേർക്ക് കിടക്കാം, ഇവിടെ 2 പേർക്ക് കിടക്കാം. പിന്നെ ഈ താഴെയായിട്ട് ടോട്ടൽ ഒരു 6 പേർക്കുള്ള ബെഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഡോർമെട്രി സ്പേസ്. പിന്നെ AC ആണ്. ഇവിടെ ഒരു വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ഇതിന്റെ ഒരു വ്യൂ കാണുന്നത് കേട്ടോ. പിന്നെ ഇതിലിവിടെ കുറെ എക്സ്ട്രാ ബെഡൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, എക്സ്ട്രാ ബെഡും ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ട് കണ്ടല്ലോ. പിന്നെ നിങ്ങളിപ്പോ ഒരു വലിയ ഗ്രൂപ്പ്, ഒരു 35 പേര് 40 പേരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 10 പേര് ബെഡിലും കുറച്ച് 10 പേരെ നമുക്ക് ഇവിടെ ഫ്ലോറിൽ എക്സ്ട്രാ ബെഡൊക്കെ ഇട്ടിട്ട് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ ഒരു 35 പേരൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ, ഒരുപാട് അങ്ങ് കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ ഈ പ്രോപ്പർട്ടിയിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു ഡോർമെട്രി സ്പേസ് കേട്ടോ. ഇവിടെയൊക്കെ നല്ലപോലെ തന്നെ അവർ സെറ്റ് ആക്കി ഇട്ടിട്ടുണ്ട് കണ്ടല്ലോ. ഞാനിരിക്കുന്ന ഈ ഒരു ബെഡിൽ 3 പേർക്ക് ശരിക്കും കിടക്കാനുള്ള സൗകര്യമുണ്ട്. വലിയ ബെഡാണ്. അതേപോലെ തന്നെ അവിടെയും 3 പേർക്ക് കിടക്കാം. പിന്നെ മുകളിൽ ടോട്ടൽ 4 പേർക്ക് കിടക്കാം. ഡോർമെട്രി നല്ല രീതിയിൽ നല്ല നീറ്റ് ആയിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. AC, ഫാന് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു ഡോർമെട്രിയുടെ ഒരു സൗകര്യം വരുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ മിസ്റ്റി ബേ റിസോർട്ടിന്റെ മോർണിംഗിലൊരു വ്യൂ ആണ് കാണുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച അത്ര അങ്ങോട്ട് കോട ഇന്നലെ നമുക്ക് കിട്ടിയില്ല. മോർണിംഗിൽ അങ്ങനെ മൊത്തത്തിലൊന്ന് മൂടിക്കെട്ടിയിട്ടൊക്കെ ആയിരുന്നു, പക്ഷേ കോട കുറവായിരുന്നു. കോട നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല, അപ്രതീക്ഷിതമായിട്ടായിരിക്കും വരിക. പക്ഷെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഭയങ്കര മഞ്ഞായിരുന്നു, നല്ല രസമായിരുന്നു. കുറേ സമയം നമുക്ക് കാണാനൊക്കെ പറ്റി. അത് മിസ്റ്റി ബേയിൽ ഞാൻ വരുന്നത് ഒരു 6-7 മാസങ്ങൾക്ക് മുൻപാണ്. പിന്നെ അതുപോലെ 2 ആഴ്ച മുൻപ് തന്നെ കക്കാടംപൊയിൽ വന്നു പോയിട്ടേ ഉള്ളൂ. ആ സമയത്തൊക്കെ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല സ്റ്റേ
നല്ല സ്റ്റേ കിട്ടും, അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റും ഒക്കെ നമുക്ക് ആസ്വദിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല ചൂട് തുടങ്ങാൻ പോവുകയാണ് അല്ലേ. അപ്പം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, നാട്ടിലൊക്കെ നമ്മളിങ്ങനെ ചൂട് ഓവറായി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യുക. ഒന്ന് നമ്മൾ ഊട്ടി പോവും, അല്ലെങ്കിൽ വല്ല മൂന്നാറോ വയനാടോ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കേരളത്തിനകത്ത് നമ്മൾ ട്രാവൽ ചെയ്യുക അല്ലെ, വാഗമണ്ണൊക്കെ. പക്ഷേ ഈ കക്കാടംപൊയിൽ നമ്മളെ കൊച്ചു കേരളത്തിലൊരു മനോഹരമായിട്ടുള്ള സ്ഥലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കക്കാടംപൊയിലേക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾ പിന്നെ ഇതേപോലെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുകളിലൊരു കുരിശുമല ഉണ്ട് കേട്ടോ. ഈ കുരിശുമലയിൽ നമ്മൾ ഈവനിങ്ങിൽ അതുപോലെ മോർണിംഗിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ട്രെക്കിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇവിടെ അടുത്തൊരു 3 കിലോമീറ്റർ അടുത്തായിട്ട് തന്നെ കോഴിപ്പാറ വാട്ടർഫോൾസ് വരുന്നുണ്ട്. ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്, ചെറിയ രീതിയിലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് വരുന്നത്. പിന്നെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കക്കാടംപൊയിൽ നിങ്ങൾ ഈ റിസോർട്ടിൽ വരുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ മിസ്റ്റി ബേ റിസോർട്ട് 2 ബെഡ്റൂമിൻ്റെ ഒരു വില്ല, നമ്മൾ താമസിച്ചിരുന്നത് ആ ഒരു ബെഡ്റൂമിനകത്താണ്. ഇതിൻ്റെ ബാൽക്കണിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡോർമെട്രി എന്ന് പറയുമ്പോൾ AC ഡോർമെട്രിയാണ്. 12 പേർക്കുള്ള ബെഡ് ആ ഡോർമെട്രിയിൽ ഉണ്ടായിരിക്കും. ഒരു വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഈ 2 ബെഡ്റൂമിലും 2 ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പം മെയിൻലി ഇവിടെ നിങ്ങളിപ്പോൾ ഒരു ഫാമിലിയോ അല്ലെങ്കിൽ 2-3 പേര് വരുമ്പോൾ ഇവർ പ്രോപ്പർട്ടി കൊടുക്കാറില്ല. മിനിമം ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്, ഒരു 15-20-25 മെമ്പേഴ്സൊക്കെ വരുമ്പോൾ ഫാമിലി ഗ്രൂപ്പായിട്ട് വരുമ്പോഴാണ് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പൊക്കെ ആയിട്ട് നിങ്ങൾ വരാനും നിങ്ങൾക്കൊരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ പ്ലാൻ ചെയ്ത് ഇവിടെ അടിച്ചു പൊളിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മിസ്റ്റി ബേ റിസോർട്സിൻ്റെ ബുക്കിംഗ് നമ്പർ വീഡിയോയുടെ താഴെയായിട്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. 9744004819 ഈ നമ്പറിൽ വിളിക്കുക. നല്ല ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഈ റിസോർട്ട്സ് ബുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിസ്റ്റി ബേ റിസോർട്ടിൻ്റെ ചെറിയ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ കഴിഞ്ഞ മിസ്റ്റി ബേ റിസോർട്ട്സിൻ്റെ വ്ളോഗ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എന്നെ വിളിച്ച് പറഞ്ഞ കുറേ പേരുണ്ട്, നല്ലതായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു എന്നൊക്കെ. ഒരുപാട് ലോങ്ങിൽ നിന്നൊക്കെ തൃശ്ശൂരും അതുപോലെ ഒരുപാട് ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അങ്ങ് കോയമ്പത്തൂരിനടക്കം നമ്മുടെ വീഡിയോ കണ്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഈ വേളയിൽ അറിയിക്കുന്നു. അപ്പോൾ അതുപോലെ ഇനിയും കക്കാടംപൊയിൽ നിങ്ങൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. പിന്നെ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്നലെ പുറത്തുനിന്ന് പോയിട്ട് ഫുഡ് കഴിച്ചു. കക്കാടംപൊയിൽ ജംഗ്ഷനിലോട്ട് ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററാണ്. അപ്പോൾ നിങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് മെനു ആണ് തരിക. റെസ്റ്റോറൻറ്റ് മെനു ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡെലിവറി ആക്കി തരും. ഇപ്പോൾ അതല്ല നിങ്ങൾക്ക് രാത്രിയിൽ ബാർബിക്യൂ ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. കിച്ചൺ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിച്ചണിൽ അത്യാവശ്യം നമുക്ക് കുക്കിംഗ് ചെയ്യാനുള്ള പാത്രങ്ങളും ഗ്യാസും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ രാത്രിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ക്യാമ്പ് ഫയറും ഇവർ അറേഞ്ച് ചെയ്ത് തരും. പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ ഊഞ്ഞാലകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഫാമിലിയും ഒത്ത് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു റിസോർട്ടാണ്. പൂളൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇവിടുത്തെ പൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇൻഫിനിറ്റി വ്യൂവിൽ ഭയങ്കര ഹെവി സ്പേസ് ഉണ്ട് പൂളിനകത്ത്. ഒരു 10-30 പേർക്കൊക്കെ ഒരുമിച്ച് ഇറങ്ങാൻ മാത്രമുള്ള വലിയ ഹെവി പൂളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മിസ്റ്റി ബേയെ കുറിച്ച് പറയാനുള്ളത്. ഇനിയും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഞാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, ബുക്കിംഗ് നമ്പറിൽ വിളിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വ്ളോഗ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മുൻപ് വന്ന് സ്റ്റേ ചെയ്തിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാണാം ഇനിയും നമുക്ക് ഇതുപോലുള്ള അടിപൊളി യാത്രാവിശേഷങ്ങളുമായിട്ട്. അപ്പോൾ 2024 രണ്ടാമത്തെ വ്ളോഗാണിത്, മൂന്നാമത്തെ ഒരു ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ അടിപൊളി മണാലി ട്രിപ്പും അതുപോലെ തന്നെ ലക്ഷദ്വീപിൻ്റെ ട്രിപ്പുകളൊക്കെ വരുന്നുണ്ട് അപ്കമിങ് ആയിട്ട്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് 2024 മനോഹരമായിട്ടുള്ള ഒരുപാട് നല്ല യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും.